Hey there guys, welcome back to Trading Logics. ഇന്ന് 8/7/24 മാർക്കറ്റ് എങ്ങനെ മൂവ് ചെയ്യും എന്നുള്ള കാര്യം നമുക്കൊന്ന് പ്രെഡിക്റ്റ് ചെയ്ത് നോക്കാം. ഗ്ലോബൽ മാർക്കറ്റിൽ ചെറിയൊരു ഡൗൺ മൊമെൻറ്റം കാണുന്നുണ്ട്, ചെറിയൊരു നെഗറ്റീവ്നെസ്. അത് മാർക്കറ്റിൽ എങ്ങനെ സസ്റ്റെയിൻ ചെയ്യുന്നുള്ള കാര്യം വരുന്ന ട്രേഡിംഗ് അവേഴ്സിൽ നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് ഗിഫ്റ്റ് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയൊക്കെ ഒന്ന് ലെവൽസ് ഒന്ന് വാച്ച് ചെയ്യാം ആദ്യം. അതുകൊണ്ട് ബാങ്ക് നിഫ്റ്റിയിലും ഗിഫ്റ്റ് നിഫ്റ്റിയിലും നിഫ്റ്റി 50 പൊസിഷൻസ് നമുക്കൊന്ന് അറിയേണ്ട ആവശ്യമുണ്ട്. ഓവർനൈറ്റ് പൊസിഷൻസ് എങ്ങനെ അവർ ഹോൾഡ് ചെയ്തെന്നുള്ള കാര്യം. അതിനായിട്ട് നമുക്ക് ഓപ്ഷൻ ചെയിനിലോട്ട് ആദ്യം പോകാം. ഓപ്ഷൻ ചെയിനിലോട്ട് മേജറായിട്ടുള്ള സെല്ലിംഗ് നടന്നിട്ടുള്ള ഏരിയാസാണ് ഇവിടെ ഹൈലൈറ്റ് ആയി നിൽക്കുന്നത്. ഈ ബാറ് വലുതാകുന്നതിനനുസരിച്ച് അത്രയും പവർഫുള്ളാണ് ആ ഒരു ഏരിയ എന്നുള്ളത്. ആ ഒരു നല്ലൊരു എക്സ്പെക്റ്റേഷൻസാണ്. ആ ലെവൽ ക്രോസ് ചെയ്ത് ഈ പ്രീമിയം ആ ലെവൽ ക്രോസ് ചെയ്ത് എക്സ്പയറി ഡേയുടെ അന്ന് അത് ഈ ഒരു ലെവൽ ബ്രീച്ച് ചെയ്ത് പോകത്തില്ല എന്നുള്ള എക്സ്പെക്റ്റേഷനാണ് നമുക്കിവിടെ കാണിക്കുന്നത്. അപ്പോൾ മാർക്കറ്റിൽ സെല്ലേഴ്സും ബയേഴ്സും ഒരുപോലെ ആക്റ്റീവാണെന്നുള്ള കാര്യം നമുക്ക് ഇത് വെച്ച് കാണാൻ പറ്റും. പർട്ടിക്കുലർ ലെവൽസൊന്നും വളരെയധികം ഇമ്പോർട്ടൻ്റായിട്ട് നിൽക്കുന്നില്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം. എനിവേ ചെറുതായിട്ട് പോപ്പപ്പായി നിൽക്കുന്ന ഈ ഒരു വോളിയത്തിനെ വച്ചുകൊണ്ട് നമുക്ക് മാർക്കറ്റിൽ കുറച്ച് ലൈൻസ് ഞാൻ വരച്ചിട്ടുണ്ട്. ഈ ലൈനാണ് ഇന്ന് മേജറായിട്ട് ആക്ട് ചെയ്യാനായിട്ടുള്ള ചാൻസ് കൂടുതൽ. അതായത് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാൻ ചാൻസ് ഉള്ളത് 24,200-ലും ഇമ്മീഡിയറ്റുള്ള റെസിസ്റ്റൻസ് ആക്ട് ചെയ്യാൻ ചാൻസ് ഉള്ളതെന്ന് വെച്ചാൽ 24,300 ലെവലിൽ 24,400 ലെവലിലോട്ടൊക്കെ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് വാച്ച് ചെയ്യുക. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നെക്സ്റ്റ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 22,500 റേഞ്ചും, റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ 52,500 ലെവലിലും, നെക്സ്റ്റ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് 53 ലെവലിലോട്ടുമാണ്. ഇത് മേജറായിട്ടുള്ള ലെവൽസാണ് ഈ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇതിന് കംപ്ലീറ്റ്ലി പ്യുവർലി ഓപ്ഷൻ ചെയിൻ ബേസ്ഡ് ഡേറ്റ വരച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ മേജറായിട്ടുള്ള അധികം മേജറായിട്ടുള്ള ഈവൻറ്റ്സ് ഒന്നും പോപ്പപ്പ് ആയിട്ടില്ല. എന്നിരുന്നാലും നാളെ നമുക്ക് ഫെഡ് മീറ്റിൻ്റെ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊന്ന് വാച്ച് ചെയ്യുക. ഫെഡ് ചെയർമാൻ്റെ പവലിൻ്റെ ടെസ്റ്റിമോണി ഉണ്ട്. അപ്പോൾ അത് മാർക്കറ്റിൽ എങ്ങനെ അപ്സൈഡാണോ ഡൗൺ സൈഡാണോ ബാധിക്കുകയെന്ന് അറിയില്ല. അപ്പോൾ അതൊന്ന് വാച്ച് ചെയ്യേണ്ടതുണ്ട്. ഗ്ലോബൽ മാർക്കറ്റ് ആ ഒരു ഇമ്പോർട്ടൻസേ ഉള്ളൂ ഈ 2 ദിവസത്തേന്. അപ്പം നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിലെ US 10-year ബോണ്ട് ഡീല് ഏകദേശം 0.61% അപ്സൈഡായിട്ട് കാണാം. ഇത് മാത്രമാണ് മാർക്കറ്റിനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നത്. അപ്പോൾ 10-year ബോണ്ട് നെഗറ്റീവിലാണ്. അതെ, അടുത്ത് നമ്മുടെ ഡോളർ ഇൻഡെക്സ് നോക്കിക്കേ. ഡോളർ ഇൻഡെക്സിൻ്റെ അതും ചെറിയൊരു പോസിറ്റീവ്നെസ്, വലിയൊരു ഇമ്പാക്റ്റ് കൊടുക്കാനായിട്ടുള്ള ചാൻസ് കുറവാണ്. ക്രൂഡ് ഓയിൽ ബ്രണ്ട് ഓയിൽ എല്ലാം നെഗറ്റീവാണ്. സോ മാർക്കറ്റിന് ബുള്ളിഷാണ്. ഒരു മിക്സഡ് സെൻറ്റിമെൻറ്റ്സിലാണ് മാർക്കറ്റ് ഓപ്പൺ ആകുന്നത്. എനിവേ മിക്സഡ് ടു നെഗറ്റീവ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഗ്ലോബൽ മാർക്കറ്റ് നെഗറ്റീവായിട്ട് ട്രേഡ് നടക്കുന്നുണ്ട്. ഹാങ്സാങ് ഒരു 1%, 1.5% നെഗറ്റീവാണ്. അതൊരു ദിവസം 1.5% നെഗറ്റീവ് ആകും, പിറ്റേ ദിവസം 2% അപ്പ് ആകും. അപ്പോൾ ഇത്രയും ഫ്ലക്ച്വേഷൻസ് അവരുടെ കോമൺ ആയിട്ടുള്ള ഫീച്ചറാണ്. അതുകൊണ്ട് വലിയൊരു ഇമ്പാക്റ്റ് മാർക്കറ്റിൽ കൊടുക്കാനായിട്ട് ഈ ഒരു മൂവ്മെൻറ്റ്സ് ഒന്നും സാധിക്കത്തില്ല. ഡാക്സ് കാറ്റ്സ് വിക്സിയൊക്കെ എങ്ങനെ ഉച്ചയ്ക്ക് 1:30 അത് ഓപ്പൺ ആവുക. അതിനുശേഷം മാർക്കറ്റ് എങ്ങനെ മൂവ് ചെയ്യുക എന്നുള്ള കാര്യം നമുക്ക് വാച്ച് ചെയ്യാം. സോ മാർക്കറ്റിൽ പുതിയൊരു വീക്കെൻഡൊക്കെ കഴിഞ്ഞിട്ട് പുതിയൊരു ട്രേഡിംഗ് സീരീസിലോട്ട് കിടക്കുകയാണ്. മാർക്കറ്റ് കെയർഫുള്ളായിട്ട് ട്രേഡ് ചെയ്യുക, മാർക്കറ്റ് വാച്ച് ചെയ്യുക. ഫസ്റ്റത്തെ 5 മിനിറ്റ് നമുക്ക് നല്ലോണം വോളറ്റാലിറ്റി കാണാൻ സാധ്യതയുണ്ട്. അതിനുശേഷം ട്രേഡ് എടുക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക. Happy trading guys. See you next video. Bye.